Hello friends, so welcome to the CA Final AFM Concept Capsule Series. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ. സോ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കോൾ ഓപ്ഷൻ ആസ് വെൽ ആസ് പുട്ട് ഓപ്ഷൻ നമ്മൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ കോൾ ഓപ്ഷൻ ഡിസ്കസ് ചെയ്യാം, പിന്നെ പുട്ട് ഓപ്ഷനിലേക്ക് വരാം. ബിഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ഓപ്ഷൻ, ഫസ്റ്റ് ഐ വിൽ ഡിസ്കസ് വൺ എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ മനസ്സിലാക്കാൻ പറ്റും. സി, സപ്പോസ് ഇന്ത്യയിൽ ഒരു വേൾഡ് കപ്പ് കളിക്കാൻ പോവാണ്. ഓക്കെ, ഫൈനൽ ചെന്നൈയിലാണ് നടക്കാൻ പോകുന്നത് അസ്യൂം. ആൻഡ് ഇപ്പോൾ വേൾഡ് കപ്പ് തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ഫൈനൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഫൈനൽ മാച്ച്. അപ്പോൾ എനിക്ക് അറിയില്ല വെദർ ഇന്ത്യ വുഡ് ക്വാളിഫൈ. ഇന്ത്യ ക്വാളിഫൈ ആയാൽ എനിക്ക് ഫൈനൽ മാച്ച് ഗ്രൗണ്ടിൽ പോയിട്ട് കാണണം എന്ന് ഒരു തോന്നുന്നുണ്ട്, റൈറ്റ്? സോ വാട്ട് ഐ വിൽ ഡു, ഐ വിൽ ബൈ എ കൂപ്പൺ, ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ദ ടിക്കറ്റ്. ഇപ്പൊ ഇന്ന് ഞാൻ പോയി ടിക്കറ്റ് മേടിച്ചാൽ 4000 രൂപയാവും മാച്ചിന്. ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ഫൈനലിൽ ആരാണ് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത്, എനിക്കറിയില്ല. സോ അൺലെസ് ഐ എം ഷുവർ ദാറ്റ് ഇന്ത്യ ഈസ് ക്വാളിഫൈഡ് ഫോർ ഫൈനൽ, ഐ കാൺട്ട് ബൈ ദ ടിക്കറ്റ് ടുഡേ. ആർ യു ആർ അണ്ടർസ്റ്റാൻഡിങ്? ബിക്കോസ് വേറെ ഏതൊരു ടീം ക്വാളിഫൈ ചെയ്യാൻ എനിക്ക് ഞാൻ ടി വിയിൽ തന്നെ കണ്ടോളാം, അവിടെ പോയി കാണണമെന്ന് ആവശ്യമില്ല. സോ ഇതാണ് ഇയാൾ എന്ത് ചെയ്യണു, ഒരു കൂപ്പൺ മേടിക്കാണ്. ഒരു വൗച്ചർ ഉണ്ടാവില്ലേ, ഫുഡ് വൗച്ചർ ഒക്കെ ഉണ്ടായിട്ട് റിഡീം ചെയ്യില്ലേ ഹോട്ടലിൽ പോയിട്ട്, അതുപോലെ ഒരു കൂപ്പൺ കിട്ടാണ്. 100 രൂപയ്ക്ക് തന്നെ ഒരു കൂപ്പണാണ്. സോ ഒരു പ്രീ ബുക്കിംഗ് പോലെ ഒരു 100 രൂപ കൊടുത്തിട്ട് ഒരു കൂപ്പൺ മേടിക്കാം. ഈ കൂപ്പണിന്റെ എന്താണ് കാര്യം? വാട്ട് ഈസ് ദ നെസസിറ്റി ഫോർ ദിസ്? വാട്ട് ഈസ് ദ കൂപ്പൺ ഗീവ്? ദിസ് കൂപ്പൺ ഗീവ്സ് എ റൈറ്റ് ടു ബൈ ദ ടിക്കറ്റ്, ഫൈനൽ മാച്ച് ടിക്കറ്റ്. എന്ന് വെച്ചാൽ സി, ഈ കൂപ്പൺ എന്താണ് കൊടുക്കണ ഇയാൾക്ക്, മിസ്റ്റർ എന് ഒരു റൈറ്റ് ടു ബൈ. അതായത് ഇവന് വേണമെങ്കിൽ ഒരു റൈറ്റ്, ഓക്കെ, ഓൺ ദ ആഫ്റ്റർ 1 month. ഫൈനൽ എപ്പോഴാണ്? ഒരു മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന ഫൈനലിൻ്റെ ടിക്കറ്റ് മേടിക്കാൻ ഒരു റൈറ്റ് കിട്ടുന്നു ഇപ്പം തന്നെ, കറക്റ്റ്? ഈ റൈറ്റ് കിട്ടാൻ 100 രൂപ നമുക്ക് കൊടുത്തിട്ട് കൂപ്പൺ മേടിക്കാം. ഈ റൈറ്റിൽ ടിക്കറ്റ് മേടിക്കണമെങ്കിൽ എത്രയ്ക്ക് മേടിക്കണം? 5000 കൊടുത്തിട്ട് ഒരു റൈറ്റ് മേടിക്കാം. വിച്ച് മീൻസ് ആഫ്റ്റർ 1 month, ഈ 1 monthനാണ് ഓപ്ഷൻ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. കാരണം ഇന്ന് ടിക്കറ്റ് മേടിക്കണോ അതോ ഒരു മാസം കഴിഞ്ഞിട്ടാണോ? ഒരു മാസം കഴിഞ്ഞിട്ടാണ്. അപ്പം നിനക്ക് ടിക്കറ്റ് മേടിക്കണോ അതോ വേണ്ടോ ഇപ്പം ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? സോ നൗ ഐ വിൽ ബൈ എ റൈറ്റ്, ഓക്കെ, വേർ ബൈ ഐ മേ എക്സസൈസ് ഓർ ഐ മേ ലാപ്സ്. ഇതാണ് റൈറ്റ് പറയുന്നത്. ഇത് ഓപ്ഷനാണ്, നോട്ട് ആൻ ഓബ്ലിഗേഷൻ. അപ്പം എനിക്ക് ഓബ്ലിഗേഷൻ ഒന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ടിക്കറ്റ് മേടിക്കാം, 5000 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് മേടിക്കാം, അല്ലെങ്കിൽ ഓക്കെ വിട്ടുകളയാം, ഐ ക്യാൻ ലാപ്സ് നൗ. ഇപ്പൊ നോക്ക്, ഈ 5000 എന്താണ് പേര്? ഇതിനാണ് എക്സസൈസ് പ്രൈസ് എന്ന് പേര്. ഓക്കെ, അറ്റ് വാട്ട് പ്രൈസ് യു ഹാവ് എ റൈറ്റ് ടു ബൈ ദ ടിക്കറ്റ്. ആൻഡ് ആഫ്റ്റർ 1 month കൊടുത്തില്ലേ, ഈ 1 month ആണ് ഓപ്ഷൻ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയാം. കാരണം ഇന്ന് ടിക്കറ്റ് മേടിക്കണമെങ്കിൽ 4000 രൂപ കൊടുത്തിട്ട് മേടിക്കാമല്ലോ, പക്ഷെ എനിക്ക് ടിക്കറ്റ് ഇന്ന് വേണ്ട, റൈറ്റ്? ആഫ്റ്റർ 1 month ഇത് ഓപ്ഷൻ മെച്യൂരിറ്റി പീരീഡ്, റൈറ്റ്? നൗ ഈ 100 രൂപ ഉണ്ടല്ലോ, ഇതെന്ത്? ഇതാണ് ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പൊ കൂപ്പണിന് വേണ്ടി ഒരു 100 രൂപ കൊടുക്കുന്നില്ലേ, റൈറ്റ്? അതാണ് പ്രീമിയം, ഓപ്ഷൻ പ്രീമിയം. നാ ഇപ്പോ ഓപ്ഷൻ എടുത്തു, പക്ഷേ ആഫ്റ്റർ 1 month 2 സിറ്റുവേഷൻ പോസിബിൾ. ഒരു മാസം കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ 2 സിറ്റുവേഷൻ പോസിബിൾ. ഒന്ന്, ഇന്ത്യ ക്വാളിഫൈ ആയി, ഓർ ഇന്ത്യ ഡിഡ് നോട്ട് ക്വാളിഫൈ. ഇഫ് ഇന്ത്യ ക്വാളിഫൈസ്, ഓക്കെ, ഡിമാൻഡ് കൂടും, ഒത്തിരി ഡിമാൻഡ്, എല്ലാവരും ടിക്കറ്റ് മേടിക്കാൻ തുടങ്ങും, ഡിമാൻഡ് കൂടും, പ്രൈസസും കൂടും. അപ്പൊ ടിക്കറ്റിന്റെ ആക്ച്വൽ പ്രൈസ് ആഫ്റ്റർ 1 month മേ ബി ഈവൻ 8000. അസ്യൂം സിറ്റുവേഷൻ 1, 8000 രൂപയായി ടിക്കറ്റ്. അപ്പോൾ നീ ആലോചിച്ച്, 8000 രൂപയാണ്. ഇന്ന് പോയി ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് ഫൈനൽ അന്ന് ദിവസം സെയിം ഡേ പോയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ മേടിച്ചാൽ 8000 രൂപ കൊടുത്ത് മേടിക്കാം, റൈറ്റ്? ബട്ട് ഐ ഹാവ് എ റൈറ്റ് ടു ബൈ ദ സെയിം ടിക്കറ്റ് അറ്റ് 5000. ഓൾറെഡി ഞാൻ 5000 രൂപയ്ക്ക് മേടിക്കാൻ ഒരു റൈറ്റ് കിട്ടിയിട്ടുണ്ട്. കൂപ്പൺ 100 രൂപ കൊടുത്ത ഒരു കൂപ്പൺ മേടിച്ചിട്ടുണ്ട്. ആ കൂപ്പൺ എനിക്ക് റൈറ്റ് കൊടുത്തിട്ട്, ഓക്കെ, ആ റൈറ്റ് എനിക്ക് എക്സസൈസ് ചെയ്യും. ഐ റൈറ്റ് എക്സസൈസ് ചെയ്യും. എപ്പോൾ ടിക്കറ്റിന്റെ പ്രൈസ് 8000 രൂപയാണ്, ഇന്ത്യ ക്വാളിഫൈ ചെയ്താൽ 8000 രൂപയാവും, റൈറ്റ്? സോ ഞാൻ എൻ്റെ അടുത്ത് ഒരു കൂപ്പൺ ഉണ്ട്, അത് വെച്ച് ഞാൻ എക്സസൈസ് ചെയ്ത് 5000 രൂപ, വെറും 5000 രൂപ കൊടുത്ത് 8000 രൂപ വർത്തുള്ള ഒരു ടിക്കറ്റ് എനിക്ക് മേടിക്കാൻ പറ്റും, ഫൈനൽ മാച്ച് കാണാൻ പറ്റും. ആർ യു ആർ അണ്ടർസ്റ്റാൻഡിങ്? ദിസ് ഇസ് സിറ്റുവേഷൻ നമ്പർ 1. സിറ്റുവേഷൻ നമ്പർ 2, രണ്ടാമത്തെ സിറ്റുവേഷനിൽ എന്താണ്? ഇന്ത്യ ക്വാളിഫൈ ചെയ്തില്ല, ഡിമാൻഡ് ഒന്നുമില്ല, ഏതോ അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഓസ്ട്രേലിയ ഏതോ മാച്ച് നടക്കുന്നതാണ്, ക്വാളിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഓക്കെ, എനിക്ക് മാച്ച് കാണുന്നത് ആഗ്രഹമുണ്ട്. ഓക്കെ, ഏതോ ഒരു മാച്ചാണ്, ഞാൻ ഫ്രീ ആണ്, ഓക്കെ, സ്റ്റേഡിയമും ഫ്രീ ആണ്, എനിക്ക് പോയി മാച്ച് കാണാം.
ടിക്കറ്റിന്റെ വില നോക്കിയാൽ 3000 രൂപയാണ്. കാരണം ഡിമാൻഡ് ഒന്നും ഇല്ല, ഫ്രീ ആയിട്ട്. ഓക്കെ, വില ഇന്നത്തെ വില 4000 രൂപയാണ്. അതും കുറഞ്ഞ് ആഫ്റ്റർ 1 month ഇറ്റ് ബിക്കെയിം 3000. അപ്പം ഞാൻ എൻ്റെ അടുത്ത് റൈറ്റ് ടു ബൈ ടിക്കറ്റ് അറ്റ് 5000 ഉണ്ട്. വില എക്സസൈസ് ഞാൻ ഒരു 3000 രൂപ വർത്തുള്ള ഒരു ടിക്കറ്റ്, ഓക്കെ, 5000 രൂപ കൊടുത്ത് എക്സസൈസ് ചെയ്ത് 5000 രൂപ കൊടുത്ത് ടിക്കറ്റ് മേടിക്കും? നോട്ട് അറ്റ് ഓൾ. ഞാൻ ഓക്കെ, ഐ വിൽ ടേർ ഇറ്റ് ആൻഡ് പുട്ട് ഇൻ ഡസ്റ്റ്ബിൻ. ഈ കോൺട്രാക്ട് ഞാൻ ഓക്കെ കളയും. What I will do is that ഞാൻ കൗണ്ടറിൽ നിന്ന് 3000 രൂപയ്ക്ക് ബൈ ചെയ്യും. ആർ യു ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ഹാപ്പനിങ്? സോ ഓപ്ഷൻ എന്ത് ചെയ്യും? ഐ വിൽ ലാപ്സ് ഇറ്റ്. ആ കൂപ്പൺ വേസ്റ്റ് ആണ്, എനിക്കൊന്നും കാര്യമില്ല. സോ ഐ വിൽ ലാപ്സ് ദ ഓപ്ഷൻ ആൻഡ് ബൈ അറ്റ് കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് 3000. ആർ യു ആർ അണ്ടർസ്റ്റാൻഡിങ്? സോ ഇതാണ് എക്സസൈസ് ചെയ്യുന്ന, ലാപ്സ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഓപ്ഷൻ ഗീവ്സ് എ റൈറ്റ് ബട്ട് നോട്ട് ദ ഓബ്ലിഗേഷൻ. ഇത് എൻ്റെ ചോയ്സ് ആണ്. ഇതാണ് ഓപ്ഷൻ എന്ന് പേര്, ചോയ്സ്. ഞാൻ വേണമെങ്കിൽ എക്സസൈസ് ചെയ്യും, ഓർ വേണമെങ്കിൽ ലാപ്സ് ചെയ്യും. ദാറ്റ് എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ ഫേവറബിൾ ആണെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്യും, സിറ്റുവേഷൻ അൺഫേവറബിൾ ആണെങ്കിൽ ഓക്കെ ലാപ്സ് ചെയ്ത് കളയും. ആർ യു ആർ അണ്ടർസ്റ്റാൻഡിങ്? ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ദ എക്സാമ്പിൾ. നൗ കം ടു ദ മെയിൻ ഡിസ്കഷൻ. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കോൾ ഓപ്ഷൻ ഓക്കെ ഇസ് നത്തിങ് ബട്ട് contract whereby one party will get a right to buy the underlying asset at a predetermined agreed upon price after some specified period, which I call it as option maturity period. Are you all understanding? There are two parties, A and B. One party okay will get a right to buy, which means 100 rupees premium pay ചെയ്താൽ ഇയാൾക്ക് ഈ ഓപ്ഷൻ കോൺട്രാക്ട് കിട്ടും. ഓക്കെ, വിച്ച് ഇസ് നത്തിങ് ബട്ട് റൈറ്റ് ടു ബൈ. അണ്ടർലൈങ് അസറ്റ് എന്താ? റിലയൻസ് ലിമിറ്റഡ് ഷെയർസ്. അപ്പോൾ എനിക്ക് ഷെയർ മേടിക്കണം, റിലയൻസ് ലിമിറ്റഡ് ഷെയർ മേടിക്കണം. ഇന്ന് റിലയൻസ് ലിമിറ്റഡ് ഷെയർ 1800 ആണ്. അപ്പൊ ഇന്ന് ഞാൻ പോയി മേടിച്ചാൽ എനിക്ക് 1800 റിലയൻസ് ഷെയർ മേടിക്കാം. ബട്ട് പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഈ ഷെയർസ് എനിക്ക് തോന്നുന്നു ഇന്ന് വേണ്ട, എനിക്ക് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് വേണ്ടത്. അപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഷെയർ പ്രൈസ് എന്താ പേടിയെന്ന് വെച്ചാൽ 3000 രൂപ ആവും, അല്ലെങ്കിൽ 4000 രൂപ ആവും. റൈറ്റ്? In that case, I want to lock in a price. I want to have a instrument which can lock in a price. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ F&O മാർക്കറ്റിൽ പോയിട്ട് റൈറ്റ് ടു ബൈ ദ ഷെയർന്ന് എനിക്ക് ഓപ്ഷൻ കോൺട്രാക്ട് മേടിക്കാം. ആർ യു ആർ അണ്ടർസ്റ്റാൻഡിങ്? അറ്റ് 2000 rupees. ഈ 2000 എന്താണ്? എക്സസൈസ് പ്രൈസ് ആണ്. അപ്പം നാളെ ഷെയർ പ്രൈസ്, ആക്ച്വൽ ഷെയർ പ്രൈസ് എന്തായാലും എനിക്ക് കുഴപ്പമില്ല, 2000 രൂപ കൊടുത്ത് ഈ ഷെയർ എനിക്ക് മേടിക്കാൻ പറ്റും. ദിസ് ഇൻസ്ട്രുമെന്റ് വിൽ ഗിവ് യു ദിസ് റൈറ്റ്. ആർ യു ആർ അണ്ടർസ്റ്റാൻഡിങ്? സോ 100 rupees എന്താണ്? ഇതാണ് ഓപ്ഷൻ പ്രീമിയം. അവിടെ പറഞ്ഞില്ലേ കൂപ്പൺ. അപ്പോൾ ഓപ്ഷൻ കോൺട്രാക്ട് കൂപ്പൺ പോലെയാണ്, ആ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ. ആൻഡ് ദ റിലയൻസ് ലിമിറ്റഡ് ദ റൈറ്റ് ടു ബൈ ഉണ്ടല്ലോ, ഓക്കെ, ഇത് ആക്ച്വൽ ടിക്കറ്റ് ആണ്. ദ റിലയൻസ് ലിമിറ്റഡ് ഷെയർസ് അണ്ടർലൈങ് അസെറ്റ് ഇസ് ദ ലൈക്ക് ടിക്കറ്റ്. ആർ യു ആർ അണ്ടർസ്റ്റാൻഡിങ്? ആൻഡ് 2000 ഇസ് എ സ്ട്രൈക്ക് പ്രൈസ്. അവിടെ നമ്മൾ 5000 പറഞ്ഞില്ലേ ടിക്കറ്റിന്റെ പ്രൈസ്, അതുപോലെ ഇത് 2000 ആണ് അഗ്രീഡ് അപ്പോൺ പ്രൈസ്. ആർ യു ആർ അണ്ടർസ്റ്റാൻഡിങ്? നൗ ഇൻ ദിസ് കേസ് വാട്ട് ഹാപ്പൻസ്? ഓക്കെ, ആഫ്റ്റർ 3 months, 3 മാസം കഴിഞ്ഞിട്ട് എന്താണ് ആവുന്നത്? ഓക്കെ, സിറ്റുവേഷൻ അനലൈസ് ചെയ്യാം. 2 situations possible. Situation number 1, the future spot price becomes 3000, which means മെച്യൂരിറ്റി ഡേറ്റ് 3 മാസം കഴിഞ്ഞിട്ട് റിലയൻസ് ലിമിറ്റഡ് ഷെയർ പ്രൈസ് ബിക്കംസ് 3000. അപ്പോൾ അന്ന് ഷെയർ 3000 രൂപയാണ്. അപ്പോൾ എനിക്ക് 3000 രൂപ വർത്തുള്ള ഷെയർ, എൻ്റെ എക്സസൈസ് പ്രൈസ് എന്താ? 2000 രൂപ. അപ്പം ഞാൻ വെറും 2000 രൂപ കൊടുത്തിട്ട് 3000 രൂപ വർത്തുള്ള ഒരു ഷെയർ മേടിക്കാൻ പറ്റും. വിൽ യു എക്സസൈസാ? യെസ്, ഐ വിൽ എക്സസൈസ്. അതാണ് ടിക്ക് അടിച്ചിരിക്കുന്നത്. വിൽ യു എക്സസൈസ്? യെസ്, ഐ വിൽ എക്സസൈസ് ബിക്കോസ് ദ വർത്ത് ഓഫ് ദ ഷെയർ ഇസ് മോർ ദാൻ ദ എക്സസൈസ് പ്രൈസ്. അപ്പോൾ എനിക്ക് ഫേവറബിൾ സിറ്റുവേഷൻ ആണ്, ഞാൻ എക്സസൈസ് ചെയ്യും. ആരാ എക്സസൈസ് ചെയ്യുക? Holder will exercise. Are you all understanding? The choice is given to the holder of the option, not to the seller of the option. Are you all understanding? Now come to the situation 2. Situation 2 le share price, okay, Reliance share innu 1800 ആണ്. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ട് it became 1000. Okay, you have right to buy at 2000. അരെ ഷെയറിന്റെ വർത്ത് തന്നെ 1000 ആണ്. ഇതിനെ നീ മാർക്കറ്റിൽ പോയിട്ട് 2000 കൊടുത്തിട്ട് നീ മേടിക്കോ? ഓക്കെ, അതായത് യൂസിങ് ദ ഓപ്ഷൻ, വിൽ യു എക്സസൈസ് യുവർ ഓപ്ഷൻ ആൻഡ് ബൈ ഇറ്റ് by paying 2000? You will never pay 2000. Are you all understanding? You will lapse the contract. Are you all understanding? Say now, ഈ ഓപ്ഷൻ കോൺട്രാക്ട് ഒരു ഇൻഷുറൻസ് കോൺട്രാക്ട് പോലെയാണ് മനസ്സിലാക്കേണ്ടത്. വെരി സിമ്പിൾ. ദ ഹോൾഡർ ഓഫ് ദ ഓപ്ഷൻ, ഈ എ ഉണ്ടല്ലോ, ആർക്കാണ് ഈ റൈറ്റ് കിട്ടുന്നത്? അത് അവന്റെ പേരെന്താ? ഹോൾഡർ ഓർ ഓക്കെ ബയർ ഓഫ് ദ ഓപ്ഷൻ. ബയർ ഓർ ഹോൾഡർ രണ്ടും ടേം യൂസ് ചെയ്യും. സോ ബയർ ഓർ ഹോൾഡർ മീൻസ് a person who gets the right to buy the underlying asset, right to buy the shares. ഇപ്പൊ ഇയാള് ഇൻഷൂർഡ് പാർട്ടിയാണ്, ഒരു ഇൻഷുറൻസ് എടുക്കാണ്.
അപ്പോൾ ആരാണ് പ്രീമിയം പേ ചെയ്യുക? ഇൻഷുറൻസിൽ നിങ്ങൾ പ്രീമിയം പേ ചെയ്യുക. അശ്വം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാണ്. അപ്പോൾ ഹെൽത്ത് കവർ 10 lakh rupees ആണ്. അതിന് പ്രീമിയം കുറച്ചലായിട്ട് എമൗണ്ട് ഉണ്ടാവും. വെരി നെഗ്ലിജിബിൾ എമൗണ്ട്. പ്രീമിയം നോക്കിയാൽ 5,000 10,000 ഉണ്ടാവും. ബട്ട് കവർ നോക്കിയാൽ ഹെൽത്ത് ഇൻഷുറൻസ് കവർ 10 lakhs 5 lakhs അങ്ങനെ കിട്ടും. റൈറ്റ്? സോ പ്രീമിയം നെഗ്ലിജിബിൾ ആണ്. അതുപോലെ ഓപ്ഷൻ പ്രീമിയം, ഐ വിൽ പേ ദ പ്രീമിയം ഇൻഷുർഡ് പേഴ്സൺ ആൻഡ് ഗെറ്റ് ദ ഇൻഷുറൻസ്. അപ്പൊ ഈ അതർ പാർട്ടി ഉണ്ടല്ലോ, ബി, ഈ ആളാണ് ഇൻഷുറർ. വിച്ച് മീൻസ് ദ പേഴ്സൺ ഹു സെൽസ് ദ ഇൻഷുറൻസ്. അപ്പൊ എനിക്ക് ഈ റൈറ്റ് കൊടുക്കുന്ന ആളിന് ഞാൻ എന്ത് പറയും? ഓപ്ഷൻ സെല്ലർ ഓർ ഓപ്ഷൻ റൈറ്റർ ഓഫ് ദ ഓപ്ഷൻ. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഇപ്പോ ആരാണ് ഈ എക്സസൈസ് ചെയ്യുന്നു, ലാപ്സ് ചെയ്യുന്നു, ഡെസിഷൻ എടുക്കുക? The decision making will vest upon the holder of the option. അപ്പോൾ ആരാണ് എക്സസൈസ് ചെയ്യുക, ലാപ്സ് ചെയ്യുക? ഹോൾഡർ ഓൺലി. ചോയ്സ് അല്ലേ? ഓപ്ഷൻ മീൻസ് ചോയ്സ്. അപ്പൊ ഈ ചോയ്സ് ആരാണ് ഈ ചോയ്സ് എടുക്കുക? ഹോൾഡർ ആണ് എടുക്കേണ്ടത്. വിച്ച് മീൻസ് ഹി വിൽ ഡിസൈഡ് വെദർ ഐ വിൽ എക്സസൈസ് ഓർ ലാപ്സ്. അപ്പൊ ഇയാൾക്ക് ഫേവറബിൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇയാൾ എക്സസൈസ് ചെയ്യും, അൺഫേവറബിൾ ആണെങ്കിൽ ലാപ്സ് ചെയ്യും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? അപ്പൊ ഇയാൾ എക്സസൈസ് ചെയ്താൽ he will be buying the shares na. Appo he will have, if he exercises his rights to buy the share, the other party will have obligation to sell. Are you understanding? Appo choice aarkana? Choice ye na holder aanu. പക്ഷേ റൈറ്ററിനോ സെല്ലറിനോ he has to obey the other party. ഇപ്പൊ ഇവൻ മേടിക്കാന്ന് പറഞ്ഞാൽ അവന്റെ റൈറ്റ് എക്സസൈസ് ചെയ്ത അതർ പാർട്ടി ഹാസ് ടു ജസ്റ്റ് സെൽ ഇറ്റ് അറ്റ് 2,000 അഗ്രീഡ് അപ്പോൺ പ്രൈസ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഒരു പാർട്ടിന് റൈറ്റും ഇന്നൊരു പാർട്ടിന് വേറൊരു പാർട്ടിനും ഓബ്ലിഗേഷനും ആണ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? നൗ കം ടു ദ പുട്ട് ഓപ്ഷൻ. ഇതാണ് പുട്ട് ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ സെയിം, എവറിഥിങ് ഡിറ്റോ അപ്ലൈസ് ഫോർ പുട്ട് ഓപ്ഷൻ. ഓൺലി തിങ് ഇസ് put option holder na, instead of right to buy, he will have right to sell the shares at 2,000 agreed upon price. Strike price ഉണ്ടാവും, അവിടെയും പ്രീമിയം ഉണ്ടാവും, ആൻഡ് രണ്ട് പാർട്ടി ഉണ്ടാവും, ഹോൾഡർ ആൻഡ് സെല്ലർ. നൗ സർ, ആരാണ് പുട്ട് ഓപ്ഷൻ എടുക്കുക, ആരാണ് കോൾ ഓപ്ഷൻ എടുക്കുക? വെരി സിമ്പിൾ ടേംസിൽ ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. സി ഇന്ന് ടുഡേ റിലയൻസ് ലിമിറ്റഡ് ഷെയർ പ്രൈസ് 1,800 ആണ്. A person who is thinking tomorrow ഈ 1,800 share price will become 3,000. I call it as bullish person. Person who thinks the share price will appreciate in the future. 3,000 രൂപ ആവുമെന്ന് വിചാരിക്കുന്ന ആള് കോൾ ഓപ്ഷൻ എടുക്കും. വൈ? 3,000 രൂപ ആയി കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ എമൗണ്ട് അവന് ഗെയിൻ ആവും. വിച്ച് മീൻസ് 3,000 വർത്ത് ഷെയർ he can buy at 2,000 or some strike price. Are you understanding? അപ്പോ this is a person who will buy the call option. The call option will be bought by a person who thinks the share price will appreciate in the future. Conversely, ആരാണ് പുട്ട് ഓപ്ഷൻ എടുക്കുക? ഇന്ന് ഷെയർ പ്രൈസ് 1,800 ആണ്, റൈറ്റ്? നാളെ ഷെയർ പ്രൈസ് 1,000 ആവുന്ന ആരാ വിചാരിക്കുന്നത്? Which means the person who is bearish sentiment means the person who thinks the share price will fall. Person who thinks share price will fall, he will take a put option. He will buy a put option because he will have right to sell. ഇന്നത്തെ വിലയ്ക്ക് സെൽ 2,000 സെൽ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ പ്രൈസ് സെൽ at 2,000, buy at a lower price 1,000. He will gain. Are you all understanding? A person who thinks that the share price may appreciate in the future will take call option. Buy call option. A person who is thinking the share price will depreciate in the future, he will take put option. Are you all understanding the basics of call and put option? ഈ ഓപ്ഷൻ പ്രീമിയം ഉണ്ടല്ലോ, ഈ 100 രൂപ പേ ചെയ്യുന്നില്ലേ, ഇതാണ് ഓപ്ഷൻ പ്രീമിയം. this is all about option premium. The valuation segment, binomial model, risk neutral, Black-Scholes model, everything we discuss na, idellam ee premium fixation ana. How to fix the premium for option contract, idana option valuation model we are going to discuss. This is all about the basics of call and put option. Thank you.